അയ്യോ വണക്കം. അങ്ങനെ വെനിസ്വേലയിൽ അമേരിക്ക കയറി മേഞ്ഞിരിക്കുകയാണ്. ഇതിനു പിന്നിൽ പല ഉൾക്കളികളുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് മരിയ കുരിയ മച്ചുഡാവോ എന്ന് പറയുന്ന ഒരു പെണ്ണും പിള്ളയെ കഴിഞ്ഞ മാസമാണോ അതേ കഴിഞ്ഞ മാസമാണോ കഴിഞ്ഞ മാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രംപ് അച്ചം പുച്ചം തെറി പറഞ്ഞുകൊണ്ട് നടന്നത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആരാണ് ഈ മരിയ കുരിയ മച്ചുഡാവോ? ഈ മരിയ കുരിയ മച്ചുഡാവോ എന്ന് പറയുന്ന ഈ പെണ്ണുപിള്ളയ്ക്കാണ് ഇത്തവണ ട്രംപ് ആഗ്രഹിച്ചിരുന്ന നൊബേൽ സമ്മാനം കിട്ടിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു വെനിസ്വേലക്കാരിയാണ്. ഈ മരിയ കുരിയ മച്ചുഡാവോ എന്ന് പറയുന്ന പെണ്ണുപിള്ളയെ ട്രംപ് അച്ചം പുച്ചം തെറി പറഞ്ഞുകൊണ്ട് നടന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, എനിക്ക് അർഹതപ്പെട്ട നൊബേൽ സമ്മാനം കിട്ടിയത് നിനക്കതിനൊരു അർഹതയുമില്ല എന്ന്. ട്രംപിന് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. കിളവികളായിരുന്നാലും യുവതികളായിരുന്നാലും തരുണീമണികളായിരുന്നാലും കൊച്ചു കുഞ്ഞായിരുന്നാൽ പോലും തെറി പറയുകയാണെങ്കിൽ ട്രംപിന് യാതൊരുവിധ ദാക്ഷിണ്യമില്ല എന്നുള്ളതാണ്. ട്രംപ് അങ്ങനെ അച്ചം പുച്ചം തെറി പറഞ്ഞുകൊണ്ട് നടന്നു. ആരാണ് ഈ മരിയ കുരിയ മച്ചുഡാവോ? അവർ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. ഇനി നമുക്ക് നേരെ ബംഗ്ലാദേശിലേക്ക് വരാം. ആരാണ് ഈ മുഹമ്മദ് യൂനസ്? ഈ വേട്ടാവളിയന് നോബൽ സമ്മാനം കൊടുത്ത് അമേരിക്ക ഒരുക്കി നിർത്തിയിരുന്നതാണ്. ഷേഖ് ഹസീനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി നോബൽ സമ്മാനം കിട്ടിയ മനുഷ്യനാണ്. നോബൽ സമ്മാനം കിട്ടിയ മനുഷ്യനായിട്ടുള്ള ലവനെ എന്ത് ചെയ്യാം? നമുക്ക് ബംഗ്ലാദേശിന്റെ തലപ്പത്ത് കൊണ്ടു നിർത്താം. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇങ്ങോട്ട് നോക്കി, ഞാൻ തന്നെ എന്ന് അമേരിക്ക പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുകയും ചെയ്തു. അതായത് ഏതെങ്കിലും രാജ്യത്ത് ഭരണം അട്ടിമറിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു അഴുക അലവലാതി സാഹിത്യകാരന് പിടിച്ച് ഒരു നോബൽ സമ്മാനം കൊടുക്കും. അങ്ങനെ നമ്മുടെ യൂനസിനെ ഇവിടെ കയറ്റി. അതിനുശേഷം ഇപ്പുറത്ത് ട്രംപ് തെറി പറഞ്ഞുകൊണ്ട് നിന്ന നിങ്ങൾ നോക്കി, അതൊക്കെ നമ്മുടെ ഒരു അടവല്ലേ? കാരണം ഞാൻ തെറി പറഞ്ഞുകൊണ്ട് നിന്ന ഒരാൾ നാളെ അവിടുത്തെ ഭരണാധികാരി ആകുമ്പോൾ ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈ കഴുകാൻ സാധിക്കും നൈസായിട്ട്. അതാണ് ഞങ്ങളുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മരിയ കുരിയ മച്ചുഡാവോയെ തെറി പറഞ്ഞു നടന്ന ട്രംപ് ഇപ്പോൾ അവരവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. അവരെ അവിടുത്തെ ഭരണാധികാരിയാക്കാൻ പോവുകയാണ്. ഞാൻ അങ്ങനെയൊന്നും ആക്കില്ല എന്ന് ട്രംപ് ഇപ്പോൾ ഈ സംഭവം നിരസിച്ചിട്ടുണ്ട്. കള്ളപ്പുല്ലി, നാളെ അവരെ തന്നെ ആക്കുമെന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായിരുന്നാലും നമ്മുടെ മെഡൂറോ അണ്ണൻ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് പോരിന് വാടാ എന്നാണ്. അങ്ങനെ പോരിന് ട്രംപ് മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഒന്നും ചെയ്യരുത്, ഇടഞ്ഞാൽ ഞാൻ കൊല കൊമ്പനാണ്, ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ട്രംപിന്റെ മുമ്പിൽ, അതായത് ട്രംപിന്റെ ഡെൽറ്റ ഫോഴ്സിന് മുമ്പിൽ, ഈ ഡെൽറ്റ ഫോഴ്സ് ആരാണെന്ന് അറിയാമല്ലോ അല്ലേ? അബു ബക്കർ ബഗ്ദാദി, ഹീസ് ഡെഡ്, ഹീ ഡൈഡ് ലൈക്ക് എ ഡോഗ് എന്ന് ട്രംപ് പറഞ്ഞ ഒരാളെ അറിയാം. ഐസിസിന്റെ തലവനായിരുന്നു. അവനെ കൊന്ന ഫോഴ്സാണ് ഈ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഡെൽറ്റ ഫോഴ്സിനെയാണ് മഡൂറോയെ പിടിക്കാനായിട്ട് ട്രംപ് ഇങ്ങോട്ടേക്ക് വിട്ടത്. ട്രംപ് മഡൂറോയെ പിടിക്കാനായിട്ട് അവനെ ഇങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ മഡൂറോ വരുന്നുമ്പേ കീഴടങ്ങി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഭരണം നടത്തുന്നത് മഡൂറോ അല്ല, മഡൂറോയുടെ പെണ്ണുമ്പിള്ളയാണ് എന്നൊരു കിംവദന്തി അവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, നമുക്ക് ഇതിലൊന്നും ഒരു ഇടപാടുമില്ല. നമ്മളിതൊക്കെ കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും ഈ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് വന്ന് മഡൂറോയെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിലെ കമ്മിക്കുട്ടന്മാരെല്ലാം തെരുവിലിറങ്ങി ട്രംപ് രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ ഇറങ്ങിയിരിക്കുന്നത്. ട്രംപ് ഇതൊക്കെ അറിയുന്നുണ്ടോ എന്തോ? തോമസ് ഐസക്ക് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിൽ. അതായത് ബ്രിക്സ് രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെ അപലപിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ അപലപിച്ച സ്ഥിതിക്ക് എന്തുകൊണ്ട് ഇന്ത്യ അപലപിക്കുന്നില്ല? പെട്ടെന്ന് പറ, ഇന്ത്യ എന്തുകൊണ്ട് അപലപിക്കുന്നില്ല? നമ്മൾ അപലപിക്കില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ നമുക്ക് പാകിസ്ഥാനി കയറി ഇറങ്ങി നിരങ്ങാനുള്ളതാണ്. അങ്ങനെ നിരങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ അപലപിക്കുക. അങ്ങനെ നിരങ്ങാനുള്ളൊരു ലൈസൻസ് കൂടെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്ത് ഒരു കാരണവുമില്ലാതെ വേറൊരു രാജ്യം, അമേരിക്ക പോലൊരു രാജ്യം കയറി അങ്ങ് ആക്രമിക്കുക, അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് പോവുക. അങ്ങനെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് പോകുന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് നമ്മുടെ അമേരിക്ക തന്നെ, ലോക പോലീസ് തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്കും വേണമെങ്കിൽ നാളെ ബംഗ്ലാദേശിൽ കയറാം, അത് കഴിഞ്ഞ് പാകിസ്ഥാനിൽ കയറാം. ആരടാ നിന്നെയൊക്കെ കയറാൻ സമ്മതിച്ചതെന്ന് ചോദിച്ചാൽ അമേരിക്കയെ ചൂണ്ടിക്കാണിച്ചോ, നിങ്ങൾ വെനിസ്വേലയിൽ കയറിയില്ലേ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് നമ്മൾ ഈ ഓപ്പറേഷൻ 2.0 കഴിഞ്ഞ് അപലപിക്കുക എന്ന് മാത്രമാണ് എനിക്ക് കൃത്യമായിട്ട് തോമസ് ഐസക്കിനോട് പറയാനുള്ളത്. ഇനി അതും അവിടെ നിൽക്കട്ടെ. എന്താണ് ഇതിൻ്റെ പിന്നിലെ ഉള്ളുകളികൾ എന്ന് നമുക്കറിയണമല്ലോ. അതാണ് ഈ സ്റ്റോറിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഉള്ളുകളികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വെനിസ്വേല എന്ന് പറയുന്നത് ഒരു അതിഭീകരമായിട്ടുള്ളൊരു രാജ്യമാണ്. ആ രാജ്യത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസ്, ഓയിലുണ്ട്, ഗോൾഡ് ഉണ്ട്, അങ്ങനെ പല നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അറിയാലോ, ഈ കമ്മ്യൂണിസ്റ്റ് വേട്ടാവളിയന്മാർ ഭരിക്കാൻ കയറിയാൽ പിന്നെ നശിച്ചു എന്ന് വിചാരിച്ചാൽ ഈ നാട്. നമ്മുടെ നരസിംഹത്തിൽ
നമ്മുടെ നരേന്ദ്രപ്രസാദ് പറയുന്നത് പോലെ അവൻ്റെ ദൃഷ്ടി പതിഞ്ഞാൽ മതി, പിഴച്ചു എന്ന് വിചാരിക്കും നാട്ടുകാർ എന്ന് പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരുമാർ ഭരിക്കാൻ കയറിയ ഓരോ രാജ്യങ്ങൾ, അതായത് നശിച്ചു എന്ന് കരുതിയാൽ മതി നാട്. ക്യൂബ, അങ്ങനെ പല രാജ്യങ്ങളും ഇപ്പോൾ വൈകാതെ ക്യൂബയ്ക്ക് കിട്ടും ട്രംപിൻ്റെ. അതിലോട്ടൊക്കെ ഞാൻ വരാം. എന്തായാലും ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ വെനിസ്വേലയിലെ ഈ അതിഭീകരമായിട്ടുള്ള ഈ ഓയിൽ പാടങ്ങളുണ്ടല്ലോ, എണ്ണപ്പാടങ്ങൾ, ഈ എണ്ണപ്പാടങ്ങളും അല്ലെങ്കിൽ വെനിസ്വേലയിലുള്ള ഈ ഗോൾഡ് റിസർവും ഈ ഗോൾഡ് ഖനികൾ ഒക്കെയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് പല കമ്മ്യൂണിസ്റ്റുകാരന്മാരും ഇപ്പോൾ എഴുതി പിടിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു, നമ്മളൊക്കെ ഇതൊന്നും അറിയാതെയാണ് ഇതിനകത്ത് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അവിടെയുള്ള ഓയിൽ ഫീൽഡ് കണ്ടുകൊണ്ടാണ് അമേരിക്ക അതിലോട്ട് ചാടി വീഴുന്നത്. ഇനി എന്തുകൊണ്ടാണ് അമേരിക്ക അവിടെയുള്ള ഓയിൽ ഫീൽഡ് കണ്ടുകൊണ്ട് ചാടി വീഴുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഇതിനകത്ത് ഒരു പണിയുണ്ട്, നല്ല പണിയുണ്ട്. ഒരു പണിയല്ല, നല്ല പണി. നരേന്ദ്രമോദിയെ വേണമെങ്കിൽ ഒരു 50% ട്രംപ് പെടുത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ മോദി ആരാ മോൻ? മോദി അതല്ല, അതിൻ്റെ അപ്പുറമുള്ള ടെക്നിക്ക് കയ്യിൽ വെച്ചുകൊണ്ടാണ് മോദി ഇരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി കാര്യത്തിലേക്ക് കൃത്യമായിട്ട് വരാം. ഈ വെനിസ്വേല ഓയിൽ ഇനി അമേരിക്കൻ കമ്പനീസാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ്? അമേരിക്കൻ കമ്പനികളാണ് ഈ വെനിസ്വേലയിലെ എണ്ണപ്പാടങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. 60 മുതൽ $65 വരെ ഇവർക്ക് ഈ വെനിസ്വേലയുടെ ക്രൂഡ് ഓയിൽ ബാരലിന് വിറ്റാൽ തന്നെ യുവമാർക്ക് ലാഭമാണ്. കാരണം ഈ ക്രൂഡ് ഓയിലിന് $70 പിടിച്ചു നിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ വലിയൊരു ആവശ്യമാണ്. അങ്ങനെ ക്രൂഡ് ഓയിലിന് $70 പിടിച്ചു നിർത്തിയാൽ മാത്രമേ ലോകത്ത് ഈ ഡോളർ എന്ന് പറയുന്ന ഈ നാണയം ശക്തിപ്പെട്ട് നിൽക്കൂ. അങ്ങനെ $70 താഴെ പോകുന്ന ഈ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക് ഭരിച്ച് കുടിക്കാനും അല്ലെങ്കിൽ നമുക്ക് വിറ്റ് തുലയ്ക്കാനൊക്കെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് വെനിസ്വേല എന്ന് പറഞ്ഞൊരു രാജ്യം സൈഡിൽ കിടക്കുന്നത് കണ്ടത്. ഇവന്മാർ മൊത്തം മയക്കുമരുന്ന് കച്ചവടക്കാരാണെന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് കയറി അടി നടത്തി അവിടെയുള്ള എണ്ണപ്പാടം മൊത്തം പിടിച്ചെടുത്തു. ഇനി ആ പിടിച്ചെടുത്ത എണ്ണപ്പാടം നമ്മൾ എന്ത് ചെയ്യും? ഒരു $60-65 നമ്മളിങ്ങനെ വിറ്റുകൊണ്ടേയിരിക്കും. ഈ സാധനം നമ്മളിങ്ങനെ വിറ്റുകൊണ്ടേയിരിക്കും. അത് വിൽക്കുമ്പോൾ വേറൊരു ഗുണമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാം. $60-65 എന്തിനും വിൽക്കാം. കാരണം നമ്മുടെ രാജ്യത്തുള്ളല്ലോ, മോഷണ മുതലാണല്ലോ. എന്തായാലും സോഫ്റ്റ് ക്രൂഡാണ് അമേരിക്കയിൽ പ്രധാനമായിട്ടുള്ളത്. ജാംനഗറിലുണ്ട് നമ്മൾ റിലയൻസ്, പിന്നെ യൂറോപ്പിലെ ചില റിഫൈനറികളും ഉണ്ട്. അതിപ്പോൾ റഷ്യ അടിച്ച് നോക്കുമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത്. കാരണം വെനിസ്വേലയിൽ കയറി അമേരിക്ക ഈ ഹെവി ക്രൂഡ് പിടിച്ചപ്പോൾ ഇതുകൊണ്ട് റിഫൈൻ ചെയ്യണ്ടേ? റിഫൈൻ ചെയ്യാൻ യൂറോപ്പിലോട്ട് പോകുമ്പം അങ്ങനെയാണെങ്കിൽ നീ കയറി ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം പിടിച്ചല്ലോ, ഞങ്ങൾ ഈ റിഫൈനറികൾ അടിച്ചു തീർക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് യൂറോപ്പിനെ ഇനി റഷ്യ ആക്രമിക്കാതിരുന്നാൽ കൊള്ളാം. എന്തായാലും അമേരിക്ക കളിച്ചതെല്ലാം തന്നെ റിസർവ് കറൻസി ആയിട്ടുള്ള ഡോളറിൻ്റെ ബലത്തിലാണ്. ഇത്തരത്തിലുള്ള നാറിയ കളികളെല്ലാം ഇതുവരെ ലോക പോലീസായി കൊണ്ട് നിന്ന് കളിച്ചതെല്ലാം റിസർവ് കറൻസി ആയിട്ടുള്ള ഡോളറിൻ്റെ ബലത്തിലാണ്. അതറിയാമല്ലോ, ഈ ഡോളറാണ് ലോകം ഭരിക്കുന്നത്. ഡോളർ ലോകം ഭരിക്കുന്നത് കൊണ്ട് തന്നെ സകല രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാൻ ഡോളർ വേണം. അങ്ങനെ ഡോളർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സകല രാജ്യങ്ങളും ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അമേരിക്കയ്ക്കാണ്. എല്ലാ രാജ്യങ്ങൾക്കും റിസർവ് ഡോളറുണ്ട്. എന്തിനാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാനായിട്ട്. റഷ്യക്ക് 300 ബില്യൺ റിസർവ് ഡോളർ ഉണ്ടായിരുന്നു. 300 ബില്യൺ ആണോ 300 മില്യൺ ആണോ? 300 ബില്യണോ മില്യണോ ആണ്. ഇത്രയും റിസർവ് ഡോളർ ഉണ്ടായിരുന്നു. റഷ്യ യുക്രൈനെ കയറി ആക്രമിച്ചപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? റഷ്യയുടെ ഈ 300 ബില്യൺ ഡോളർ അങ്ങ് ഫ്രീസ് ചെയ്തു. എന്തിനാണ് റഷ്യ 300 ബില്യൺ ഡോളർ ഇങ്ങനെ റിസർവിൽ വെച്ചിരിക്കുന്നത്? അതായത് ഡോളറിലാണല്ലോ ലോകമെമ്പാടും കച്ചവടം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങിക്കാനും അങ്ങോട്ട് കൊടുക്കാനും ഒക്കെ ഡോളർ വേണമല്ലോ. അതുകൊണ്ടാണ് റിസർവിൽ ഈ പൈസ വെച്ചിരിക്കുന്നത്. അങ്ങനെ അമേരിക്ക ഈ 300 ബില്യൺ ഡോളർ കയറി ഫ്രീസ് ചെയ്തപ്പോൾ റഷ്യ പറഞ്ഞു, അതെന്ത് ഇടപാട്? അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡോളർ നിങ്ങൾ കയറി ഫ്രീസ് ചെയ്താൽ അതെന്ത് ഇടപാട്? ഉദാഹരണത്തിന് അമേരിക്കയിൽ പോയി ഒരു $100 സമ്പാദിച്ച് ഞാൻ ഇന്ത്യയിലോട്ട് വരികയാണ്. അപ്പോൾ അമേരിക്ക പറയുകയാണ്, ധനുഷ് ദേവൻ്റെ കയ്യിൽ ഇന്ത്യയിലിരിക്കുന്ന ഡോളർ ചിലവാക്കാൻ സാധിക്കില്ല, ഞങ്ങളത് ഫ്രീസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ ഡോളർ ഉപയോഗിക്കാൻ പറ്റൂലെന്ന് പറയാൻ നീ ആരടാ എന്ന് ഞാൻ ചോദിക്കും പോലെയാണ് റഷ്യ ചോദിക്കുന്നത്. എൻ്റെ ഡോളർ 300 ബില്യൺ ഡോളർ റിസർവിലിരിക്കുന്നത് എനിക്ക് ചിലവാക്കാനുള്ളത്, അതെടുത്ത് കൊണയ്ക്കാൻ നീ ആരടാ എന്ന് തിരിച്ച് റഷ്യ ചോദിച്ചു. അതിനുശേഷമാണ് ഈ ബ്രിക്സ് ഒക്കെ വരുന്നത്. ഇനി മുതൽ ഡോളറിൽ കച്ചവടം വേണ്ട, റൂബിളി മതി, ഇന്ത്യ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ഇന്ത്യയാണ് ആദ്യം അതിനുള്ള ധൈര്യം കാണിച്ചത്. ഇന്ത്യ ആദ്യം വന്നിട്ട് റുപ്പിയിൽ കച്ചവടം നടത്തി, പിന്നെ റൂബിളിൽ നടത്തി, പിന്നെ ചൈന വന്നു, സൗദി വന്നു, അങ്ങനെ പല രാജ്യങ്ങൾ വന്നു. അങ്ങനെ 95% ലോകത്ത് ഡോളറിലാണ് കച്ചവടം നടന്നത്. അത് ചുരുങ്ങി 70-ആയി 60-ആയി ഇപ്പം 55 അവിടെ നിന്ന് ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഡോളർ തകർച്ചയുടെ വക്കിലാണ്. ഈ ഡോളറിനെ പിടിച്ചു നിർത്തണ്ടേ? ഈ ഡോളറിനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യകത എന്താണ്? 39 ട്രില്യൺ കടമാണ് അമേരിക്കയ്ക്കുള്ളത്.
എങ്ങനെ ഇരിക്കുന്നു? 39 ട്രില്യൺ ഡോളറിന്റെ കടം അമേരിക്കയ്ക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഡോളറും കൂടെ തകർന്നു കഴിഞ്ഞാൽ കുത്തുവാളെടുത്ത് പണ്ടാരം ഉണങ്ങിപ്പോയി. ഇപ്പോൾ കൂടെ ഒരു അടച്ചുപൂട്ടൽ കഴിഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഡോളറിന്റെ കച്ചവടം കുറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് 95% ഉണ്ടായിരുന്ന ഡോളർ ഇപ്പോൾ 50%-ആയി ചുരുങ്ങി. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോളറിന്റെ റിസർവ് ട്രേഡ് സ്റ്റാറ്റസ് പോകുന്നതോടുകൂടി ആഡംബരത്തിനുള്ള സെറ്റപ്പ് അമേരിക്കയ്ക്ക് ഇല്ലാതെ, അതായത് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇപ്പോൾ അമേരിക്കയും ചൈനയും കൂടെ കച്ചവടം നടത്തിയാലും അവരുപയോഗിക്കുന്ന കറൻസി ഡോളറാണ്. റഷ്യയും ഇന്ത്യയും കൂടെ കച്ചവടം നടത്തിയാലും അവരുപയോഗിക്കുന്ന കറൻസി ഡോളറാണ്. എല്ലാ രാജ്യങ്ങളും ഡോളറിൽ ഇങ്ങനെ കറൻസിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്തി അവരതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നല്ല ആഡംബരത്തിനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കറൻസികൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സെറ്റപ്പൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് പിന്നാലെ അമേരിക്കയ്ക്ക് പഴയ ഒരു ആഡംബരം, ഒരു പ്രൗഢിയൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ പോയിട്ട് ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ UPI കൂടെ കൊണ്ടുവന്നതോടുകൂടി എല്ലാം പൂർത്തിയായി. അതായത് ഈ വിദേശ രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ 30, 35, 39 ആണ് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഡോളർ കൊണ്ടുപോകണ്ട. നമുക്ക് അവിടെ നമ്മുടെ UPI വഴി, അതായത് ദുബായിലൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കാം. അങ്ങനത്തെ സെറ്റപ്പ് വഴി അവിടെ ആ സംഭവമൊക്കെ കൊണ്ടുവന്നു. അതാണ് ഇന്ത്യയുടെ ബുദ്ധി എന്ന് പറയുന്നത്. അതായത് മീഡിയേറ്റർ കറൻസി ഇല്ല, ഡോളറിനെ എടുത്ത് വിളയെ കളഞ്ഞു. അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ മാറി. ഡോളർ ക്യാഷ് കയ്യിൽ കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രംപിന്റെ മിഡ് ടേം വരെയെങ്കിലും ഡോളർ തകരാതെ നോക്കേണ്ടത്, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കേണ്ടത് ട്രംപിന്റെ അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഈ എണ്ണപ്പാടങ്ങൾ കിട്ടിയേ പറ്റത്തുള്ളൂ. അമേരിക്ക വെനിസ്വേലയിലെ എണ്ണപ്പാടങ്ങൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ അടുത്ത് എണ്ണ വാങ്ങിക്കാനായിട്ട് ലോകരാജ്യങ്ങളെത്തും. അങ്ങനെ ലോകരാജ്യങ്ങളെത്തുമ്പോൾ ഏത് പൈസയിലാണ് എണ്ണ വാങ്ങിക്കുന്നത്? ഡോളർ തരണം. അമേരിക്കയ്ക്ക് ഇങ്ങോട്ട് ഡോളർ തന്നാലേ ഞങ്ങൾ അങ്ങോട്ട് എണ്ണ തരൂ എന്ന് അമേരിക്ക പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിന് ഇന്ത്യക്ക് അമേരിക്കയുടെ അടുത്ത് പോയി തല കുഞ്ചിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ എണ്ണ വാങ്ങിക്കാൻ? വെനിസ്വേല ഇപ്പോൾ അമേരിക്ക, അവിടെയുള്ള എണ്ണപ്പാടങ്ങൾ അമേരിക്ക പിടിച്ചെടുത്തു കഴിഞ്ഞു. ഈ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യം ഈ അമേരിക്കൻ ഉപരോധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന രാജ്യമാണ്. അവിടെ നിന്ന് വലിയ എണ്ണ കച്ചവടമൊന്നും പുറത്തില്ല, പക്ഷേ എണ്ണയുണ്ട്. ആ എണ്ണ ഇപ്പോൾ അമേരിക്ക പിടിച്ചെടുത്ത ആ എണ്ണ എന്തിന് ഇന്ത്യ മേടിക്കണം? നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ കിട്ടുന്നുണ്ട്, നമുക്ക് നമീബിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്, നൈജീരിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്, സൗദിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ എന്തിനാണ് വെനിസ്വേലയിൽ പോയി എണ്ണ വാങ്ങിക്കുന്നത്? ഇന്ത്യ അങ്ങനെ മേടിക്കില്ലല്ലോ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തെറ്റിപ്പോയി മക്കളെ. ഇന്ത്യ എണ്ണ മേടിക്കും. ഇന്ത്യ അവിടെ നിന്നും എണ്ണ മേടിക്കും. അമേരിക്കയുടെ ഓയിൽ കമ്പനികൾ വെനിസ്വേലയുടെ എണ്ണപ്പാടങ്ങൾ ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്യും. എന്നിട്ട് അമേരിക്ക എന്ത് ചെയ്യും? വെനിസ്വേലയുടെ എണ്ണപ്പാടങ്ങൾ ലോകത്തിൻ്റെ വിപണിക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു വയ്ക്കും. അപ്പോൾ ഇന്ത്യ അവിടെ പോയി എണ്ണ മേടിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെനിസ്വേലയിലെ എണ്ണപ്പാടങ്ങളിൽ ഇന്ത്യക്ക് ഒരുപാട് നിക്ഷേപങ്ങളുണ്ട്. ആ നിക്ഷേപങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ആ എണ്ണ വേണ്ടാന്ന് വെക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു 50% ട്രംപ് നരേന്ദ്രമോദിയെ എന്ത് ചെയ്തു കഴിഞ്ഞു? എണ്ണ വാങ്ങിക്കാനായിട്ടുള്ള ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. റഷ്യക്ക് വേണമെങ്കിൽ യൂറോപ്പിൻ്റെ റിഫൈനറികൾ മുഴുവൻ ആക്രമിക്കാം. അങ്ങനെ ആക്രമിച്ച് എന്ത് ചെയ്യാം? അവിടെയുള്ള റിഫൈനറികൾ മുഴുവൻ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ റിഫൈൻ ചെയ്യാൻ പറ്റില്ല ഈ വെനിസ്വേലൻ എണ്ണ. പിന്നെ ജാംനഗറിലോട്ട് കൊണ്ടുവരേണ്ടി വരും റിഫൈൻ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു സെറ്റപ്പ് കൊണ്ടുവരാം. അതുകൊണ്ടാണ് ഈ സംഭവം നേരത്തെ കണ്ടതുകൊണ്ടാണ് അമേരിക്കയുടെ പിണിയാളായിട്ടുള്ള പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങൾ ജാംനഗർ ആക്രമിക്കാൻ പോകുന്നുവെന്ന്. ഇപ്പോൾ കണക്റ്റായ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കണക്റ്റായി വരുന്നുണ്ടല്ലോ. എന്തായാലും ഡോളർ കൊടുത്തേ ഇനി അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന വെനിസ്വേലൻ എണ്ണപ്പാടങ്ങളിൽ നിന്നും എണ്ണ മേടിക്കാൻ പറ്റുകയുള്ളൂ. സോ ഡോളറിൻ്റെ ആവശ്യകത വീണ്ടും നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയരും. കടം കുറയ്ക്കാൻ പുതിയ വരുമാനവും സ്രോതസ്സുമാണ് വെനിസ്വേലയുടെ ഓയിൽ ഫീൽഡ് ഇപ്പോൾ അമേരിക്കയ്ക്ക്. ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ നിന്നും ഓയിൽ മേടിക്കും. ഇന്ത്യയുടെ ONGCക്ക് വെനിസ്വേല കമ്പനികളുമായി കരാറുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കിട്ടാനുള്ള ആ ഷെയർ, അതായത് അവിടെ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നില്ല, അത് ഇന്ത്യക്ക് വേണം. റഷ്യയെക്കാളും വില കുറച്ച് അമേരിക്ക നമുക്ക് എണ്ണ തരുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. കാരണം വില കുറച്ച് കിട്ടുന്നിടത്തല്ലേ നമ്മൾ എണ്ണ മേടിക്കുകയുള്ളൂ. തരും. അമേരിക്ക അത് തരാൻ തയ്യാറാവും. തരാനുള്ള കാരണം ഇത് അമേരിക്ക കുഴിച്ചെടുക്കുന്ന സാധനമൊന്നുമല്ലല്ലോ. അമേരിക്ക കുഴിച്ചെടുത്ത് അമേരിക്ക എന്ത് ചെയ്യുന്നു? അമേരിക്കയുടെ രാജ്യത്തുള്ള റിസോഴ്സ് ആണെങ്കിൽ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാം? അമേരിക്ക പറയണ വില തരണമെന്ന് പറയാം. ഇത് കണ്ടവൻ്റെ രാജ്യത്ത് പോയി അവിടെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ ഓയിൽ ഫീൽഡ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ലോകത്തിന് മുമ്പ് വെച്ച് വിൽക്കുന്നതിന് എന്തിനാണ് നെഗോസിയേഷൻ? അതുകൊണ്ട് എത്ര വില കുറച്ച് വേണോ തരാം എന്ന് അമേരിക്ക പറയാനുള്ളൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ത്യൻ കമ്പനി ONGC വിദേശ് OVL 40% ഷെയറാണ് സാൻ ക്രിസ്റ്റോബാൾ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം അവിടെ ഉള്ളത്. ഇനി അടുത്തത് PDVSA വെനിസ്വേലയിൽ 60%, കെറാബോബോ ONGC വിദേശ് OVL 11% ഷെയറാണുള്ളത്. IOC 3.5% ഷെയർ, 3.5% മാത്രമല്ല റെപ്സോൾ 11% ഷെയർ, PDVSA
60 മുതൽ 71% ഷെയറൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. $70 മുകളിൽ അമേരിക്ക ക്രൂഡിൻ്റെ വില നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും ഇപ്പോൾ വെനിസ്വേലയിലെ എണ്ണപ്പാടം കിട്ടിയത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ജസ്റ്റ് പിടിച്ചു നിൽക്കാനുള്ള ഒരു സെറ്റപ്പായി. 65 ആയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ ഇനി ലോക പോലീസൊന്നുമില്ല, ഇനി ഗ്ലോബൽ പവർ ഇല്ല, ഇനി റീജിയണൽ പവറുകളാണ് ലോകം ഭരിക്കാനായിട്ട് പോകുന്നത്. അത് അമേരിക്കയ്ക്ക് മനസ്സിലായി തുടങ്ങി. അതായത് റീജിയണൽ പവർ ഇപ്പോൾ ഏഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റീജിയണൽ പവറാണ് ഇന്ത്യയും ചൈനയും ഒക്കെ. ഇന്ത്യയും ചൈനയും ആണ് ഏഷ്യ ഭരിക്കാൻ ഇനി പോകുന്നത്. ഇനി അമേരിക്കയിലേക്ക് പോയി, അതായത് സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അമേരിക്കയ്ക്ക് റീജിയണൽ പവർ ആവണം. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനി ആക്രമിക്കാൻ പോകുന്നത് ക്യൂബയാണ്. ഇതുപോലൊരു വേട്ടാവളിയ രാജ്യം ഈ ലോകത്തില്ല എന്ന് പറഞ്ഞ് ക്യൂബയെ അമേരിക്ക ആക്രമിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് കഴിഞ്ഞ് മെക്സിക്കോയെ ആക്രമിക്കും, അത് കഴിഞ്ഞ് കൊളംബിയയെ ആക്രമിക്കും. അങ്ങനെ സകലമാന അമേരിക്കയ്ക്ക് പണി തരാൻ സാധ്യതയുള്ള രാജ്യങ്ങളെയും ആക്രമിച്ച് അവർക്കെല്ലാം നല്ല പണി കൊടുക്കും എന്നുള്ളതാണ് അമേരിക്കയുടെ മറ്റൊരു കാര്യം. അവരുടെ റീജിയൻ അവർക്ക് ഉടനെ ക്ലിയർ ആക്കണം. ഇനി കുറച്ചു കാലം റീജിയണൽ പവേഴ്സ് അങ്ങനെ ലോകം നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. റീജിയണൽ പവർ ആവാനായിട്ട് പാകിസ്ഥാനെ അടിച്ചിരിക്കും. എഴുതി ഒപ്പിട്ട് തരാൻ ഞാൻ എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് കാര്യം. റഷ്യക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് യൂറോപ്പിലെ എല്ലാ നല്ല ഓയിൽ റിഫൈനറികളെയും അടിച്ചു കളഞ്ഞ് അമേരിക്കയുടെ ഈ ഒരു മുന്നേറ്റം തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ചെറിയ ചെറിയ പൊളിറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിലും വലിയ ഡെവലപ്മെൻറ്റ്സ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റേ മഡൂറോ എന്ന് പറയുന്ന വേട്ടാവളിയുണ്ടല്ലോ, അവൻ അത്ര ക്ലിയർ ഒന്നുമല്ല. അവൻ്റെ കുൽസിത കഥകളുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ശരി.